വരുന്ന വഴി അതൊരു ഇംഗ്ലീഷുകാരനായ ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ നാഷണാലിറ്റി എനിക്കറിയില്ല, ഇച്ചിരി പ്രായമുള്ള ഒരാൾ. അപ്പൊ അയാളോട് ചോദിക്കുന്ന ഒരു ഇന്റർവ്യൂ ആണ്, 1 മിനിറ്റിൽ താഴെയുള്ളൂ. അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, which is the book you recently read? അപ്പോ അടുത്ത കാലത്ത് നിങ്ങൾ വായിച്ച പുസ്തകം ഏതാണ്, ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. അയാൾ പറയാണ്, yes I do. എന്താന്ന് ചോദിച്ചു. ആളുകൾ വിചാരിക്കുന്നത് വല്ല ബെസ്റ്റ് സെല്ലർ, വല്ല നോവലായിരിക്കണം, ഫിക്ഷൻ ആയിരിക്കാം, വേറെ ഏതെങ്കിലും പുസ്തകങ്ങളായിരിക്കാം. അദ്ദേഹം പറഞ്ഞു, ഇറ്റ്സ് ദ ഹോളി ഖുർആൻ, അത് പരിശുദ്ധ ഖുർആനാണ്. നല്ല പ്രായമുള്ള ഒരാൾ. അതെങ്ങനെ ചോദിക്കുന്ന ആള്. അപ്പോൾ അദ്ദേഹത്തിന്റെ യാത്ര പറയുന്നുണ്ട്. അദ്ദേഹം കമ്മിങ് ബാക്ക് ഫ്രം ന്യൂയോർക്ക്. അദ്ദേഹം ഫ്ലൈറ്റിലാണ്, ന്യൂയോർക്കിൽ നിന്ന് വരികയാണ്. അപ്പൊ സീറ്റിലുള്ള ഒരാൾ ഒരു പുസ്തകം അവിടെ വെച്ച് പോയി മറന്നുപോയപ്പോ ഞാനത് അയാളോട് നിങ്ങൾ എടുക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എടുക്കാം, നിങ്ങൾ വേണമെങ്കിൽ എടുത്തോളൂ, വായിച്ചോളൂ എന്ന് പറഞ്ഞു എനിക്ക് തന്നു. ഞാൻ നോക്കുമ്പോ ഇറ്റ് വാസ് ദ ട്രാൻസ്ലേഷൻ ഓഫ് ഖുർആൻ, വിശുദ്ധ ഖുർആനിന്റെ തർജുമയായിരുന്നു. ഞാൻ ആ ലോബിയിലിരുന്ന് ഒരുപാട് നേരം വായിച്ചു, കുറെ നേരം. ഇപ്പോഴും ഞാനത് എന്നും ഞാനത് വായിക്കുന്നു. അദ്ദേഹം പറയാൻ, വിശുദ്ധ ഖുർആൻ വായിച്ചപ്പോ ബിലീവ് മീ, അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വന്നു. അദ്ദേഹം പറഞ്ഞു, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് മീനിങ്സ്, I can't even answer the questions you may pose, but I'm sure it's full of realities. അത്ഭുതമാണത്. അറബി അറിയില്ല അദ്ദേഹത്തെ. അദ്ദേഹം ഇംഗ്ലീഷുകാരനാണ്. അദ്ദേഹം അമേരിക്കൻ സിറ്റിസൺ ആണോ, വേറെ ഓസ്ട്രേലിയക്കാരുടെ ശൈലി അല്ല അദ്ദേഹത്തിൻ്റെത്. ഇരിക്കട്ടെ, അദ്ദേഹം പറയാണ്, എനിക്കതിന്റെ ആശയം മനസ്സിലായില്ല, പക്ഷെ ഞാനത് വായിച്ചു. ഖുർആനിന്റെ അറബി എനിക്ക് വായിക്കാൻ അറിയില്ല, അതിന്റെ ആശയം പരിഭാഷയിലൂടെ ഞാൻ വായിച്ചു. എന്റെ കണ്ണുകൾ നിറഞ്ഞു. എനിക്ക് ഒരുപക്ഷെ ചോദ്യങ്ങൾക്ക് മറുപടി തരാനൊന്നും കഴിഞ്ഞില്ലെന്ന് വരും, പക്ഷേ ആ ഖുർആൻ ഫുൾ ഓഫ് റിയാലിറ്റീസ്, അതിലുള്ളത് മുഴുവനും വാസ്തവമാണ്. ഞാനത് എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ദിനേന ഞാനത് വായിക്കുന്നു എന്ന് അള്ളാഹു ഒരാളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അതാണ് അത്ഭുതം. നമ്മളൊക്കെ ഖുർആൻ പൂട്ടിവെച്ചിട്ട് കഴിഞ്ഞ റമദാനിന് ശേഷം മാസങ്ങളായി കാണുമെന്ന് തുറന്നു നോക്കിയിട്ട്. പക്ഷെ അത് മറ്റൊരു വിഭാഗത്തിന്റെ മനസ്സിൽ അള്ളാഹു അതിനോടുള്ള താല്പര്യം കൊടുക്കുകയാണ്. ദീനീ പ്രവർത്തനങ്ങൾ അങ്ങനെയാണ്. ഓരോരുത്തരും അവനവന്റെ വീടും അവനവന്റെ കുടുംബവും അവനവന്റെ ജോലിയും മതി എന്ന് വിചാരിക്കുകയായിരുന്നുവെങ്കിൽ ദീനീ സ്ഥാപനങ്ങൾ ആരുണ്ടാക്കും? ഇവിടെ ചില ആളുകളുടെ മനസ്സിലേക്ക് അള്ളാഹു അത് കൊടുത്തതാണ്. ദീനീ സംഘടനകൾക്ക് പ്രവർത്തിക്കാൻ ഒരു താല്പര്യം, അത് ഇറ്റ്സ് എ ഡിവൈൻ ഇൻസ്പിറേഷൻ, അത് ദൈവികമാണ്. അല്ലെങ്കിൽ ആർക്കും തോന്നുന്നു, എന്തിന് പള്ളി കമ്മിറ്റി, ഇപ്പോ പുല്ലമ്പാറ മഹല്ല ജമാഅത്തിന്റെ പ്രസിഡന്റ് താജൊക്കെ, എന്തിനിപ്പോ പ്രസിഡന്റ് പണി? എന്തായാലും കുറച്ച് കൊല്ലം കഴിഞ്ഞ് ഇറങ്ങിപ്പോരുമ്പോ വല്ല 100 രൂപയ്ക്ക് ബില്ലില്ല എന്നായിരിക്കും കേൾക്കുക. ഖജാൻജി ആയാലും സെക്രട്ടറി ആയാലും ലക്ഷങ്ങൾ കയ്യിൽ നിന്ന് എടുത്തു കൊടുത്തത് കാണാനുണ്ടാവില്ല. ആ 100 രൂപയ്ക്ക് ബില്ല് എവിടെയാന്നാ ചോദിക്കുക. സുബ്ഹാനല്ലാഹ്. അപ്പൊ കള്ളനായിട്ടായിരിക്കും ഇറങ്ങി വരിക, അല്ലെ? ഖജാൻജിമാര്, സംഘടനകൾക്ക് പ്രവർത്തിക്കുന്നവര് അവസാനം പഴിചാരലാ ഉണ്ടാവുക. അതുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് അള്ളാഹ്ക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ മതി, നാട്ടുകാരുടെ കൈയടിക്ക് വേണ്ടി പ്രവർത്തിക്കണ്ട. അള്ളാഹ്ക്ക് വേണ്ടി പ്രവർത്തിച്ചോ, അള്ളാഹുദിന് കൂലി തരും. നാട്ടുകാരെ ചിലപ്പം തെറിവിളിയായിരിക്കും ചിലപ്പോ, അതൊന്നും സാരമില്ല, ടേക്ക് ഇറ്റ് ഈസി, ഒന്നും സാരമില്ല. അള്ളാഹു തോന്നിപ്പിക്കുകയാണ്. അവർക്കൊക്കെ വിചാരിച്ചൂടെ, ഞാൻ എന്തിനിതിന് നിൽക്കണം, എനിക്ക് എന്റെ കുട്ടികളും എന്റെ ജോലിയും എന്റെ കാര്യവും അത് നോക്കിയാൽ പോരെ? ഒരു മഹല്ലിന്റെ, ഒരു സമുദായത്തിന്റെ ഉത്തരവാദിത്വം നെഞ്ചിലേറ്റുന്നത് ഈ ദീനിനെ അള്ളാഹു സംരക്ഷിക്കും എന്ന് പറഞ്ഞ് ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന അള്ളാഹുവിന്റെ വചനത്തിന്റെ സാക്ഷ്യമാണ്. അള്ളാഹു നമ്മുടെ ഈമാനിൽ ബറക്കത്ത് നൽകട്ടെ. നമ്മുടെ വിശ്വാസം അള്ളാഹു രൂഢമൂലമാക്കി തരട്ടെ. അനുഷ്ഠാനങ്ങളിലൂടെ നേടിയെടുക്കേണ്ടതാണ് നമ്മുടെ വിശ്വാസം എന്ന ചർച്ചയിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്.